ഓട്ടോ സ്റ്റാൻഡിന്റെ അവിടെ നമ്മൾ ഈ കാര്യം ഇത് കണ്ടത് ആരുടെ അടുത്ത് പറയരുത്. ചേട്ടാ, ഇവിടെ ഈ സെക്കൻഡ് ഹാൻഡ് മൊബൈൽ വെക്കുന്ന കട വല്ലതും ഉണ്ടോ? പറങ്ങാമോൾ ജംഗ്ഷനിൽ ഓട്ടോ സ്റ്റാൻഡിന്റെ അടുത്ത് ഏതൻ മൊബൈൽസ് എന്നും പറഞ്ഞൊരു കടയുണ്ട്. ആ കടയിൽ ചെന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള സാധനം സെലക്ട് ചെയ്തെടുക്കാം. അല്ല, എനിക്ക് കൊടുക്കാനാണ് കേട്ടാ. കൊടുക്കാനാണ് മേടിക്കാനാണ്. ശരി, ഓക്കെ. ഓ, താങ്ക് യു കേട്ടോ. ഓക്കെ. ഇന്നലെ കളക്ഷൻ ഉണ്ടായിരുന്നു. 1500 രൂപ കളക്ഷൻ ഉണ്ടായിരുന്നു. എത്ര ബാക്കിയുണ്ട്? 500. റീചാർജ് ചെയ്യണമായിരുന്നു. നമ്പർ എത്ര? 98 47 68 19 12. എത്ര? 299. എന്താ മോനെ? ഇരിക്കട്ടെ മോനെ. ഈ കാലത്തും ഇത്ര നല്ല ആൾക്കാരുണ്ടോ? എന്നാ ശരി മോനെ. ശരി ചേച്ചി. എന്താ ചേട്ടാ, ഈ മൊബൈൽ വെച്ചിട്ടേ എത്ര രൂപ കിട്ടുമെന്ന് പറയാമോ? പൈസ കിട്ടിയ അത്യാവശ്യം ഉണ്ടായിരുന്നു, അതുകൊണ്ടാ. മൊത്തം പൊട്ടിയിരിക്കുകയാണല്ലോ. അയ്യോ, പുതിയ സെറ്റ് EMI അടിച്ചു തന്നിട്ടില്ല. നിങ്ങള് മോഷിച്ചാണോ ഞാൻ അങ്ങനെ അറിയും? എന്റെ പൊന്നിയേട്ടാ, ഞങ്ങൾ അത്രക്കാറില്ല. എനിക്ക് സിനിമയിൽ ഒരു ചാൻസ് കിട്ടി. അതിൽ പൈസയുടെ അത്യാവശ്യമുണ്ട്, അതിന് വേണ്ടിയിട്ടാണ്. നിങ്ങളെ എനിക്ക് അറിയില്ലല്ലോ. അല്ലേട്ടാ, അങ്ങനെ പറയുന്നത് സാറേ, നിങ്ങൾ സഹായിക്കണം ചേട്ടാ. അത്യാവശ്യമായതുകൊണ്ട്. ID പ്രൂഫ് ഉണ്ടോ? അതുണ്ട്. കാണിക്കൂ. ചേട്ടാ, ഇത് 4000 ഉള്ളു കേട്ടാ. ഒരു 500 കൊടുത്തു തരും കേട്ടാ. ഒരു 500 കൂടാ പ്ലീസ്. ഇതിനൊക്കെ അത്രയൊക്കെ കിട്ടത്തുള്ളൂ. എന്തെങ്കിലും ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്ക്. അത്യാവശ്യമായിട്ടല്ലേ. നാട്ടുകാരില്ലേ, എന്തെങ്കിലും അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്ക്. അവിടെ ഇപ്പൊ ഓൺലൈൻ സൈറ്റിലൊക്കെ ഭയങ്കര ബിസിനസ് നടക്കുന്നു. ഞങ്ങൾക്ക് ഈ കച്ചവടം ഇല്ല. ചാർജ്, ഇതിന്റെ ചാർജറുണ്ടോ അതില്? ഇപ്പൊ എന്റെ ഇല്ല കേട്ടോ. അപ്പൊ ഇതേ ഉള്ളു. ഇത് തന്നെ അധികമാ. എന്നാ പോട്ടെ ചേട്ടാ. വീഡിയോ ഒക്കെ പുറത്ത്. ഒരു എസ്റ്റേറ്റ് വേണം, എനിക്ക് ഇടിച്ചളക്കമുള്ളതാ. സാധനം ഉണ്ടാവില്ലേ? ഏതാ കമ്പനി? കമ്പനി ഒന്നുമില്ല, വരെ എന്തോരം എടുത്തോ. അതുകൊണ്ട് ഇന്നാളെ ഞാൻ പറഞ്ഞ മദ്യവെച്ചിട്ട് ഇതിനകത്ത് കയറില്ലേ? എന്തോടാ മദ്യക്ക്? ഞാൻ പത്തിനകത്ത് മേടിക്കും. ഇതൊന്നും ചെയ്യാൻ പറ്റൂടാ. പാടാ, പത്തിനകത്ത് മേടിക്കും. സാറിനെ കാണട്ടെ, കണ്ട് സംസാരിക്കാം. എന്താണ്? ഞങ്ങൾ ഇവിടെ ഉണ്ടെന്നാണ് അറിഞ്ഞത്. ജോണിനെ കണ്ടായിരുന്നോ? സാറ് പറഞ്ഞു, സാർ മുകളിലുണ്ടെന്ന് പറഞ്ഞു. ഡബ്ബി സ്റ്റുഡിയോ ഉണ്ടെന്ന്. പറയാം. സാറേ, എങ്ങനെ എന്റെ കാര്യങ്ങള്? ഈ പടത്തിൽ ഒരു അവസരം തരാന്ന് പറഞ്ഞില്ലേ സാറ്? അറിയോ? സാറേ, എനിക്ക് ഈ പടത്തിൽ ഒരു ചാൻസ് ഉണ്ടെന്ന് പറഞ്ഞു സാറേ. ആര് പറഞ്ഞു? ജോർജ് സാറ്. ഏത് ജോർജ് സാറ്? സാറേ, അന്ന് ഞാൻ ഓഡീഷന് വന്നില്ലേ, അപ്പൊ പുറത്ത് ജോൺ പറഞ്ഞായിരുന്നോ? അയ്യോ സാറേ, ഈ സാറല്ല. അല്ല, ജോൺ അന്ന് ഇവിടെ ഉണ്ടായിരുന്നോ? ഡീസൽ വാങ്ങാൻ പോയല്ലേ? ഓക്കെ. സാറേ, ഏത് സാറ്? ഈ സാറല്ല. അവൻ ഞാൻ ഓഡീഷന് വന്നപ്പം ഒരു സാറ് പുറത്ത് നിന്നില്ലേ, ആ സാറാണ് എന്റെ അടുത്ത് പറഞ്ഞത് എനിക്ക് പുറത്ത് ചാൻസ് ഉണ്ട്. ഞാൻ കണ്ടായിരുന്നു. ഞാൻ ഡീസൽ വാങ്ങാൻ പോയപ്പോൾ പുള്ളി താഴെ നിൽക്കുന്ന കണ്ടായിരുന്നു. പുള്ളി താഴെ നിൽക്കുന്ന വേറെ ആൾ സംസാരിച്ചോണ്ടിരിക്കുന്ന കണ്ടായിരുന്നു. ആകാശോട് തന്നെ. അതിൽ സാറേ, അയ്യോ ഇതല്ല സാറേ, അന്ന് ഓഡീഷന് ഒരു സാറ് വെളിയിൽ നിന്നായിരുന്നു. ആ സാറാ പറഞ്ഞ ഈ പടത്തിന്റെ ആരൊക്കെയാണ്, അതുകൊണ്ട് പേടിക്കണ്ട സാറിന്. ജോർജ്. സാർ, ചിത്രം അയാൾക്ക് പൈസ വല്ലതും കൊടുത്തായിരുന്നോ? 5000 ചോദിച്ചു. 5000 കൊടുത്തു സാർ. അങ്ങനെ ഒരാളിവിടെ ഇല്ല. ഈ പ്രൊജക്റ്റിൽ ജോർജ് എന്ന് പറഞ്ഞൊരു വ്യക്തി ഞങ്ങളുടെ കൂടെ ഇല്ല. ആകെയുള്ളത് അറ്റൻഡർ ഈ ജോണാണ്.
ഈ ജോണിന് നിങ്ങൾ പൈസ കൊടുത്തിട്ടില്ലല്ലോ? ഇല്ല. ഇല്ല. ജോണിനെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഇല്ല. ഇല്ല. ഇപ്പോഴല്ലേ കാണുന്നേ? ആ ജോൺ അന്ന് ഡീസൽ വാങ്ങിക്കാൻ പോയേക്കുമായിരുന്നു നിങ്ങൾ വന്ന സമയത്ത്. ജോൺ ഇവിടെ ഇല്ലായിരുന്നു. അപ്പൊ അത് എവിടുന്നോ വന്നു നിങ്ങളുടെ പൈസയെ മാറ്റിക്കൊണ്ട് പോയി. ഞങ്ങൾക്ക് അത് യാതൊരു ഉത്തരവാദിത്വം ഇല്ല. സാർ മൊബൈൽ വിറ്റാണ് സാർ കൊടുത്തത്. അത്ര വീട് വിറ്റായാലും വീട് വിറ്റായാലും കൊടുക്കുമ്പോൾ നിങ്ങളൊന്ന് ആലോചിക്കണം. സിനിമ ഒരാളുടെ ജീവിതമാണ്. സിനിമ എന്ന് പറയുന്നത് ഒരു കലാകാരന്റെ ഒരു കഴിവ് തെളിയിക്കാനുള്ള ഒരു വേദിയാണ്. മനസ്സിലായോ? ചിത്രന് കാര്യം മനസ്സിലായോ? മനസ്സിലായി സാർ. അബദ്ധം. വിഷമിക്കണ്ട, നിങ്ങൾ വിഷമിക്കണ്ട. ഡിസംബർ 25-ന് നമ്മുടെ അടുത്ത പടത്തിന് ഷൂട്ട് ഡിസംബർ 25-ന് നല്ലൊരു വേഷം നിങ്ങൾക്കായി ഒരുക്കി വെച്ചിട്ടുണ്ട്. നിങ്ങൾ മനസ്സിലാക്കണം, സിനിമയ്ക്കെന്ന് പറഞ്ഞൊരു മനുഷ്യന് 10 പൈസ കൊടുക്കില്ല. അവസരം നിങ്ങളെ തേടിയെത്തും. ഒരു കലാകാരന്റെ അല്ല ഒരു കലാകാരിയുടെ അവസരം തെളിയിക്കാനുള്ള ഒരു വേദിയാണ്. അതിന് പൈസ അങ്ങോട്ട് കൊടുക്കേണ്ട കാര്യമില്ല. മനസ്സിലായോ? ദൈവാനുഗ്രഹം ഉണ്ടെങ്കിൽ, നല്ലൊരു കലാകാരനാണെങ്കിൽ അവസരം നിങ്ങളെ തേടിയെത്തും. അത് ചിലപ്പോൾ നിങ്ങൾ പ്രതീക്ഷിക്കുന്നതിന് അപ്പുറമായിരിക്കും. അതിനുവേണ്ടി നിങ്ങൾ വെയിറ്റ് ചെയ്യുക, സമയമെടുക്കും. ഒരു ദിവസം നിങ്ങൾക്കും വരും. ചിത്രം വിഷമിക്കണ്ട. പറയാൻ മനസ്സിലായോ? അപ്പൊ തന്നെ പറ്റില്ല സാർ. 20 വർഷത്തോളം ഒരു സിനിമയുടെ പുറകെ ഓടിയൊരു വ്യക്തിയാണ് ഞാൻ. എനിക്ക് മനസ്സിലായി ഇതിനകത്ത് സത്യം എവിടെ, കള്ളം എവിടെയെന്ന് മനസ്സിലായി. അതുകൊണ്ട് ഞാൻ പറയുകയാണ്, സിനിമയ്ക്കെന്നും പറഞ്ഞൊരു രൂപ ഇനി ആർക്കും നമ്മൾ കൊടുക്കരുത്. ചിത്രം ധൈര്യമായിട്ട് പോയിക്കോ. ഡിസംബർ 25-ന് നമ്മുടെ പടത്തിലൊരു വേഷം ചിത്രന് കൺഫേം. ഇനി വഴിയെ പോകുന്നവർക്കൊന്നും പൈസ കൊടുക്കണ്ട കേട്ടോ. ഓക്കെ, ഓൾ ദ ബെസ്റ്റ്. വന്നോ. പൈസ പോകാനെ കുറിച്ച് ചിന്തിക്കണ്ട. പോകുന്നതൊന്നും നമുക്കുള്ളതല്ല, പോകുന്നത് പോട്ടെ. കൊണ്ടുപോയാൽ അതുകൊണ്ട് നല്ലത് വരട്ടെ. ശരി, ഓക്കെ സാർ.